എവിക്ഷൻ വീഡിയോ എവിടെ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇതാണ്. അൻസിഫയെ ഔട്ടായതായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ബിഗ് സോറി പറയുവാണ് എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തും, അതുപോലെ തന്നെ ഈവൻ ചാനലിൻ്റെ അടുത്തും, എസ്പെഷ്യലി ലാലേട്ടൻ്റെ അടുത്തും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് സോറി പറയുവാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഇത് ഇടുന്നില്ല എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനത് പറയുന്നില്ല. ആക്ച്വലി ഇപ്പം തന്നെ എവിക്ഷനൊക്കെ പല എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യം ഇടുന്നത് എന്നൊക്കെ ഇവിടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ ഇടുന്ന ആൾക്കാരും ഉണ്ട്, അതിന് ശേഷം ഇടുന്നവരുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്തായാലും ഈ പറയുന്ന പോലെ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാനത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു ഊഹാപോഹോ അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നോ കൺഫേംഡ് ആണെന്നോ ഒക്കെ പറഞ്ഞ് ഇടാറുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയം മുതലേ തന്നെ ഈ പരിപാടികളെല്ലാം തന്നെ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ സീസൺ തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ ആ വീക്ക് തന്നെ എന്താ പറയുക, ഒരു ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഷോ നശിപ്പിക്കരുത്, ഷോയിലുള്ളൊരു സാധനം പുറത്തു വിടരുത് എന്നെല്ലാം പറഞ്ഞു. എനിക്കതിൻ്റെ സീരിയസ്നെസ് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയാം, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, കാശുണ്ടാക്കണം, അതായിരിക്കാം, പൊതുവെ അതായിരിക്കാം. അപ്പം ഞാൻ ആ ഒരു വേയിൽ വീഡിയോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ചാനലിനകത്തെ എല്ലാവരോട്ടും എനിക്കിങ്ങനെ ആരടുത്തും വെറുപ്പീരുന്നോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവർ എന്നെ പലതവണ വിളിച്ചിട്ട് അവരും എൻ്റെ അടുത്ത് പറഞ്ഞു, അൻസിഫ ഇത് ചെയ്യരുത്. നിങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ വിവരങ്ങളൊക്കെ ഇടുമ്പോൾ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ, അല്ലെങ്കിൽ അവർ വാൺ ചെയ്യാറുണ്ടോ എന്ന്. ശരിക്കും ഈ സീസണിൽ വളരെ സ്നേഹത്തോടെ ഉണ്ടോ, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് തെറ്റ്. വളരെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പേരൊന്നും ഞാൻ പറയുന്നില്ല, പലരും പറഞ്ഞിട്ടുണ്ട് അൻസിഫ ഇത് ചെയ്യരുത്, ഇങ്ങനെ ഇടരുത്. അപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ പിടിപ്പുകേട് ഞാൻ എന്നെ തന്നെ കുറ്റം പറയാം. ഞാനത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. ലാലേട്ടൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോ വന്നു. അതിനകത്താണ് ഭയങ്കര സീരിയസ് ആയിട്ടൊരു സംഭവം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇനി ഇത് ചെയ്യരുത്, പല തവണ നമ്മൾ പറഞ്ഞു, വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സാധനം പറഞ്ഞപ്പോഴാണ് സത്യമായിട്ട് എനിക്കതിൻ്റെ എന്താ പറയുക, ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും ഞാൻ ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയാം ഞാൻ ചെയ്ത തെറ്റാണ്, അറിയാം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചുകൊണ്ട്. അപ്പം ഷോയുടെ സർപ്രൈസുകൾ പൊട്ടിക്കുന്ന യാതൊന്നും ഇനി മുതൽ ചിലപ്പോൾ അറിയുമായിരിക്കാം, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, എന്തോ ആവട്ടെ, പറയണ്ട എന്നാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല മക്കളെ. കാരണം ഇപ്പം ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം വന്നപ്പോൾ എനിക്കത് മനസ്സിലാവുന്നു. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യുന്ന ഒരു ഷോ, ഇത്രയും കാലം എനിക്കത് മനസ്സിലായില്ല. തെറ്റ് തന്നെയാണ്, എൻ്റെ മന്ദബുദ്ധി തരോ എന്തോ ആയിക്കോട്ടെ, തെറ്റ് തന്നെയാണ്. ഇത്രയും രൂപ ചെലവഴിച്ച് ചെയ്യുന്ന ഒരു ഷോയുടെ ആൻറ്റിസിപ്പേഷനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സർപ്രൈസ് എലമെൻറ്റുകളെ നമ്മൾ വന്നിവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ 2 ദിവസം മുന്നേ തന്നെ അറിയും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണ്ട. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ആരാണ് ഔട്ടായതെന്ന് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, അല്ലേ? ചിലപ്പോൾ അത് വേറെ പലരും, ഞാൻ കണ്ടിട്ടില്ല, പലരും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പം അതിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം അറിയുന്നുണ്ട്, എന്താണ് ആരാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങളും ആകാംക്ഷയോടെ നോക്കിയിരിക്കുമല്ലേ ആരാണ് ഔട്ടാവുന്നതെന്ന്. അപ്പോൾ ആ സസ്പെൻസ് എലമെൻറ്റിനെ, ആ ഒരു സർപ്രൈസ് എലമെൻറ്റിനെ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോവാം. എനിക്കറിയാം നിങ്ങളിൽ പലരും അൻസിഫിൻ്റെ അപ്ഡേറ്റ് കേൾക്കാൻ വേണ്ടി, അൻസിഫ പറയുന്നത് കറക്റ്റാ, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കൂടെ നിന്നവരോട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി എനിക്ക് വേണം. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഷോയുടെ ആൻറ്റിസിപ്പേഷനെ നശിപ്പിക്കുന്ന യാതൊന്നും തന്നെ പുറത്ത് വിടണ്ട എന്ന് ഞാൻ കരുതിയിട്ടാണ് ഇടാത്തത്. നിരവധി എന്താ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ സൈബർ അറ്റാക്കുകളായിക്കോട്ടെ, ബുള്ളിങ്ങുകളായിക്കോട്ടെ, ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ അതറിയാം. അതിനകത്ത് കുറേ കാര്യങ്ങളിൽ ഞാൻ ബാധ്യസ്ഥനാണ്. കുറേ കാര്യങ്ങൾ ഞാൻ അറിയത്തുകൂടിയില്ല, എന്തൊക്കെയോ പടച്ച ആൾക്കാർ വിടുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് അതിൻ്റെ മുറയ്ക്ക് നടന്നോട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കൊന്ന് മറുപടി കൊടുക്കാനോ ഒന്നിനും പോകുന്നുമില്ല, അതിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എൻ്റെ വ്യൂവേഴ്സിനോടാണ്. അപ്പം ഇനിമേൽ അങ്ങനെ യാതൊന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എവിക്ഷൻസ് ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ, അതൊക്കെ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിമേൽ അങ്ങനെ യാതൊന്നും തന്നെ ഞാൻ സർപ്രൈസ് എലമെൻ്റായി തന്നെ അവിടെ ഇരുന്നോട്ടെ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവ് ആയിക്കോട്ടെ, എപ്പിസോഡ് ആയിക്കോട്ടെ, അതിൻ്റെ റിവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീക്കെൻഡിൻ്റെ പ്രൊമോ വരുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും, ഇപ്പം വീക്കെൻഡ് പ്രൊമോ എന്നല്ല, ഇപ്പോൾ എപ്പിസോഡിൻ്റെ പ്രൊമോ വരുമ്പം തമിഴിലേക്ക് ഒത്തിരി ടാസ്കുകൾ വരാറുണ്ട്.
അപ്പോൾ അങ്ങനെ ടാസ്കുകളൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്കെടുത്ത് അത് ആയിടാ ഇന്ന ടാസ്ക്കാണ് വരുന്ന മക്കളെ തമിഴിൽ. കഴിഞ്ഞ ആഴ്ചത്തെ സൈക്കിൾ ടാസ്കൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അതാണ് സംഭവം നമ്മുടെ തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇതിലൂടെ എനിക്ക് ഒത്തിരി ഓഡിയൻസിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവം നാളത്തെ ദിവസം എന്നൊരു ചോദ്യം എപ്പോഴും അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ എന്ത് വേണോ നമുക്കവിടെ ചർച്ച ചെയ്യാം, സംസാരിക്കാം, റിവ്യൂ പറയാം, വിമർശിക്കാം, അക്സെപ്റ്റ് ചെയ്യാം, ബിഗ് ബോസിനെതിരെ പറയാം, ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പം റാദർ ദാൻ ഈ സംഭവങ്ങൾക്കൊക്കെ മീതെയായിട്ട് ഒന്നും തന്നെ നമുക്ക് ഷോയുടെ സർപ്രൈസുകൾ പൊട്ടിക്കുന്ന ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഒരാഴ്ചയായി ആ പ്രൊമോ വന്നിട്ട് ഞാൻ ഇതുവരെയും അതിനെക്കുറിച്ച് എൻ്റെ കുറേ പേര് പറഞ്ഞു ആ പ്രൊമോ നീ കണ്ടില്ലേ, ആ പ്രൊമോയെക്കുറിച്ച് നീ എന്തെങ്കിലും പറയടാ. കുറേ പേര് തെറിവിളിക്കുന്നവരും ഉണ്ട്, അത് വേണമെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച വരെ ഞാൻ മിണ്ടാതിരുന്നത്, ഞാൻ അന്ന് അതിനൊരു മറുപടി എൻ്റെ ഭാഗത്തു നിന്നൊരു അപ്പോളജീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ഭയങ്കരമായിട്ട് വന്നത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആയിപ്പോൾ, അതിനെ ഞാൻ ന്യായീകരിക്കുന്ന പോലെ ആയിപ്പോൾ. ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായി തണുത്തു. സൈബർ അറ്റാക്കുകളായാലും എന്തായാലും ഒന്ന് തണുത്തു. ഞാൻ എൻ്റെ മെൻഷൻസ് വരെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അത്രമാത്രം അറ്റാക്കുകൾ ഞാൻ അനുഭവിച്ചു. ഞാൻ ഒന്നും ചെയ്യാതെ അനുഭവിച്ചു എന്നല്ല പറഞ്ഞാൽ, ഞാൻ ചെയ്തിട്ട് തന്നെയാണ് അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിമേൽ യാതൊരു രീതിയിലുള്ള സ്പോയിലറുകളും അതുപോലെ തന്നെ എവിക്ഷൻ അപ്ഡേറ്റുകളും പിന്നെ നാളത്തെ ദിവസം നടക്കുന്നത് നേരത്തെയോ അങ്ങനെ യാതൊന്നും പറയുകയില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു. അതിനൊരു പബ്ലിക് അപ്പോളജി കൂടി ഞാൻ കേൾക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പരപരപ്പായി പലതും നടക്കുന്നുണ്ട്. അതൊക്കെ അവരവിടെ തുടർന്നോട്ടെ, എന്നെ വിറ്റ് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ. അതൊക്കെ അവിടെ നടക്കുന്ന വേലകളാണ്. എന്തായാലും സോറി ഗായ്സ്, സോറി. അയ്യോ, എനിക്ക് മെയിൻലി വ്യൂവേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, എന്താ പറയുക, ലാലേട്ടൻ്റെ അടുത്തും എന്താ പറയുക ഏഷ്യാനെറ്റ് ചാനലിൻ്റെ അടുത്തുമൊക്കെ സോറി പറയാനുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത്രയും നാളും നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടേ തന്നിട്ടുള്ളൂ. ഈവൻ റിവ്യൂ പറയുന്നവരായാലും അവർക്കെല്ലാം എനിക്കൊന്ന് റിവ്യൂവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് ചാനലിൻ്റെ ഭാഗത്തുനിന്ന്. അവരെ വിമർശിക്കുന്നതാണെങ്കിൽ കൂടി അവർ കൊടുക്കാറുള്ളത്. കാരണം ഇത് ഒരു പബ്ലിക്കിൽ വന്ന് ബിഗ് ബോസ് ചർച്ചയാകുമ്പോഴാണ് അത് കൂടുതൽ പേര് അത് എന്താ പറയുക അങ്ങനെയാണോ എന്ന് കാണാനായിട്ടുള്ള ഒരു ത്വര അവരിൽ വരുന്നത്. അപ്പോൾ ചാനൽ ഇത്രയും നാളും നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റിവ്യൂവേഴ്സ് ആയാലും അവർക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമിന് വരെ കോപ്പറേറ്റ് ഒന്ന് അടിച്ച് കളയാം നമ്മുടെയൊക്കെ ചാനലുകൾ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും ഏഷ്യാനെറ്റ് ആയാലും എൻ്റെ മോളായാലും അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മളെയൊക്കെ അവിടെ നിലനിർത്തുന്നത് എന്താ പറയുക, നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയൻസിന് ഇങ്ങനെ ഒരു വ്യൂ കൂടി കേട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പം നമ്മൾ അവരുടെ ഷോയെ തന്നെ നശിപ്പിച്ച് വീണ്ടും ഉണ്ണുന്ന ചോറിൽ തന്നെ മണ്ണ് വാരി ഇടരുത് എന്നൊരു സംഭവം ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എ വെരി 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 ബിഗ് സോറി ടു ഓൾ ഓഫ് ദ ഓഡിയൻസ്. ലാലേട്ടൻ, ഏഷ്യാനെറ്റ് ടീം, ബിഗ് ബോസ് ടീം, എൻ്റെ മുൾഷൈൻ ടീം, ജിയോ സ്റ്റാർ ടീം, അത്രേ പറയാനുള്ളൂ. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ ഭയങ്കര എന്താ പറയുക മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. ബിഗ് സോറി.